ഹേ ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും കോളേജിൽ പോയി. ഇത്രയും ദിവസം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി എന്തായാലും വന്നേ പറ്റത്തുള്ളൂ, കാരണം പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് 23rd ഞങ്ങളുടെ പ്രസൻറ്റേഷൻ ഉണ്ട് പ്രൊജക്റ്റിൻ്റെ. അപ്പം എന്തെങ്കിലും ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രസൻറ്റേഷനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ വന്നിട്ട് പിന്നെ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് കണ്ടുപിടിക്കാനും ലിറ്ററേച്ചർ റിവ്യൂ. അങ്ങനെ ഞാൻ ഈ ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ഒന്ന് പാരഗ്രാഫായിട്ട് ChatGPT ചോദിക്കുമായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാനെ വിളിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നില്ലായിരുന്നു. കഴിച്ചില്ലെങ്കിൽ പിന്നെ പിണങ്ങിക്കളയും. അത് കഴിഞ്ഞ് പിന്നെ അവൻ ആറ്റിറ്റ്യൂഡ് ഇടുക, അവൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ അതെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പിള്ളേർ TTയുടെ ടേബിൾ ശരിയാക്കിയതുകൊണ്ട് അതൊക്കെ കളിച്ച് അവർക്ക് എക്സാമാണ്. പക്ഷേ എന്ത് കൂളായിട്ടാണ് പിള്ളേർ കളിക്കുന്നുണ്ടോ. അത് കഴിഞ്ഞ് അവനോട് എക്സാം ഹാളിൽ കയറാൻ പറഞ്ഞപ്പോൾ ഒരു വിധത്തിൽ പോകത്തില്ല. പിന്നെ ഹീരാ മാം വന്ന് മാം അവനെ വലിച്ചെടുത്ത് ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കി. അല്ലാതെ അവൻ ഒരു വിധത്തിൽ പോകത്തില്ല. മാം അവനെ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തി. പിന്നെ നമ്മുടെ ബോബി ഷേണിയും കുറച്ച് നാൾക്ക് ശേഷം ഞാൻ കണ്ടായിരുന്നു. അവരവിടെ നിന്ന് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ സുന്ദരനും സുമുഖനുമായ സന്ദീപ് വന്നായിരുന്നു ഗൈസ്. പിന്നെ അവനെ എന്തൊക്കെയോ പറഞ്ഞ് അവൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടു. പ്രൊജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാൻ സാർ ക്ലാസ്സിലേക്ക് കെഞ്ചി വിളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ രേഷ്മയുടെ പാട്ടെല്ലാം കഴിഞ്ഞ് താഴോട്ട് വന്നപ്പോൾ എല്ലാവരും ടേബിൾ ടെന്നീസ് കളിക്കുന്ന തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.